മൈൻഡ് കണ്ടാൽ തുടങ്ങുന്നത് പുറത്തുള്ളവരെ നിയന്ത്രിച്ചുകൊണ്ടല്ല, സ്വയം വിലമതിക്കുന്ന നിമിഷത്തിൽ നിന്നാണ്. അതുകൊണ്ട് ആളുകൾ എന്നെ സീരിയസ് ആയി എടുക്കുന്നില്ല. ഇതിന്റെ കാരണം ലക്കല്ല, സ്കിൽസ് കുറവുമല്ല, നമ്മൾ നമ്മളോട് തന്നെ കാണിക്കുന്ന റെസ്പെക്റ്റ് ആണ്. ഫസ്റ്റ് എപ്പിസോഡ് സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള രണ്ടാമത്തെ വഴി ഗോൾ സെറ്റിംഗ് ആണ്. മനസ്സ് എന്തിനാണ് അലഞ്ഞു നടക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഒരു ജോലി ഇടയ്ക്ക് വെച്ച് നമുക്ക് നിർത്തേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്? ഇതിന് പിന്നിൽ ഒരു ആഴത്തിലുള്ള കാരണമുണ്ട്. മൈനസ് അവ്യക്തത. മനസ്സിന് എവിടെയാണ് പോകേണ്ടതെന്ന് അറിയുമ്പോൾ ദിശാബോധം ലഭിക്കുന്നു. ഇത് ഇല്ലെങ്കിൽ വെറുതെ ഓടുന്ന ഒരു കുതിര പോലെയാകുന്നു നമ്മുടെ മനസ്സ്. അതിനാൽ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള രണ്ടാമത്തെ വഴി ലക്ഷ്യനിർണയമാണ്. തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം നിശ്ചയിച്ച വ്യക്തിയുടെ മനസ്സ് അച്ചടക്കമുള്ളതാകും. ഗൗതമ ബുദ്ധൻ ഒരിക്കൽ പറഞ്ഞു, ഒരു വ്യക്തി ഒരു അമ്പ് ലക്ഷ്യത്തിലേക്ക് എയ്യുമ്പോൾ ആദ്യം അയാൾക്ക് ലക്ഷ്യം എവിടെയാണെന്ന് അറിയണം. അതുപോലെ ജീവിതത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ഒരു മനുഷ്യൻ ആദ്യം തന്റെ ലക്ഷ്യം അറിയണം. ആധുനിക മനഃശാസ്ത്രത്തിലും ഇത് വ്യക്തമായി പറയുന്നു. മനഃശാസ്ത്രജ്ഞർ പറയുന്നു, നിങ്ങൾക്ക് ഒരു പ്രത്യേക ലക്ഷ്യം കണ്ടെത്തുമ്പോൾ തലച്ചോറ് ഒരു കേന്ദ്ര ബിന്ദു കണ്ടെത്തുന്നു. ഈ കേന്ദ്ര ബിന്ദു തലച്ചോറിനെ ഒരേ ദിശയിലേക്ക് ചിന്തിക്കുവാനും ആസൂത്രണം ചെയ്യാനും കഠിനാധ്വാനം ചെയ്യുവാനും പ്രേരിപ്പിക്കുന്നു. GPS ലൊക്കേഷൻ ഇല്ലാതെ വഴി കാണിക്കാത്തതുപോലെ ലക്ഷ്യമില്ലാതെ മനസ്സ് നിങ്ങളെ ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോകില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്തേക്ക് ഈ മനസ്സ് നിങ്ങളെ എത്തും. ഇവിടെയാണ് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം വരുന്നത്. ഇത് തലച്ചോറിന്റെ ഒരു പ്രത്യേക സിസ്റ്റമാണ്. ഇത് നമ്മുടെ ലക്ഷ്യവുമായി മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഉദാഹരണം, എനിക്കൊരു എഴുത്തുകാരൻ ആകണമെന്ന് ആഗ്രഹിച്ചാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, പുസ്തകങ്ങൾ, വിവരങ്ങൾ, അങ്ങനെ നമ്മൾ ഓരോന്നും കാണുവാൻ തുടങ്ങുന്നു. ഇത് സത്യത്തിൽ ഒരു മാന്ത്രികതയല്ല, ഇത് നിങ്ങളുടെ ലക്ഷ്യവും തലച്ചോറുമായുള്ള ഒരു ബന്ധമാണ്. ലക്ഷ്യം എങ്ങനെയുള്ളതായിരിക്കണം? ലക്ഷ്യമുണ്ടാക്കിയാൽ മാത്രം പോരാ, അത് വ്യക്തവും ആസൂത്രിതവുമായി തീരണം. എന്നാലേ നമ്മുടെ തലച്ചോറിന് അത് മനസ്സിലാക്കാൻ കഴിയൂ. ഉദാഹരണമായി, എനിക്ക് വിജയിക്കണമെന്ന് തുടരെ നാം പറയുന്നു. മനസ്സത് കോപ്പി ചെയ്യുന്നു. എവിടെ, എന്തിന്, എപ്പോൾ എന്ന് നാം പറയുന്നില്ല. അവ്യക്തമായതിനാൽ വിജയിക്കണമെന്ന കമാൻഡ് മാത്രമേ നമ്മുടെ തലച്ചോറിൽ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ വൈകാരികത നിറയ്ക്കുമ്പോൾ തലച്ചോറിൽ ഡൊപാമിൻ എന്ന രാസവസ്തു കൂടി പുറപ്പെടുവിക്കുന്നു. ഈ രാസവസ്തു നമുക്ക് ഊർജം, സന്തോഷവും പ്രചോദനം നൽകുന്നു. അതായത് ലക്ഷ്യം മനസ്സിനെ തടയുക മാത്രമല്ല, അതിന് പോകാനുള്ള ശരിയായ പ്രചോദനവും നൽകുന്നു. ചെയ്യുന്നത് ശരിയായ കാര്യമല്ലാത്തപ്പോഴും അത് വിജയിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ മനസ്സ് വെറുതെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം തലച്ചോറിൽ നിറയ്ക്കുമ്പോൾ ഡൊപാമിൻ എന്ന രാസവസ്തു കൂടി പുറപ്പെടുവിക്കുന്നു. ഈ രാസവസ്തു നമുക്ക് പോസിറ്റീവ് ഊർജം, സന്തോഷവും പ്രചോദനം നൽകുന്നു. അതായത് നമ്മുടെ ലക്ഷ്യം മനസ്സിനെ തടയുക മാത്രമല്ല, അതിന് പോകാനുള്ള ശരിയായ പ്രചോദനവും നൽകുന്നു. ലക്ഷ്യത്തിൽ തലച്ചോറ് കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മറ്റു കാര്യത്തിൽ ഏർപ്പെട്ടാൽ തലച്ചോർ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നിന്നാണ് മനസ്സിന്റെ മേലുള്ള നമ്മുടെ നിയന്ത്രണം ആരംഭിക്കുന്നത്. ഒരേ ദിശയിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ്, ദാഹം ഒന്നും അറിയില്ല. കാരണം ലക്ഷ്യം നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഈ ശക്തി ഒരു ശീലമാക്കിയാൽ നാം ദിവസവും ചെയ്ത പല കാര്യങ്ങളും അപ്രധാനങ്ങളായി നമുക്ക് തോന്നുകയും മനസ്സ് ലക്ഷ്യത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകും. ഇതൊരു അത്ഭുതമല്ല, മനസ്സിന്റെ ഒരു ശക്തിയാണ്. ഉദാഹരണമായിട്ട്, ഒരു കാന്തസൂചി ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിയുന്ന പോലെ അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്ന മനസ്സ് നമ്മളിലേക്ക് ഒതുക്കി നിർത്തുവാൻ നമുക്ക് ഇതുകൂടെ സാധിക്കുന്നു. ഗൗതമ ബുദ്ധൻ പറഞ്ഞു, മനസ്സ് വളരെ അസ്ഥിരമാണ്. അതിനെ പരിശീലിപ്പിച്ചാൽ എത്ര വലിയ ശത്രുവിനെയും നമുക്ക് മിത്രമാക്കാൻ കഴിയും. ഇവിടെ സെൽഫ് ടോക്ക് ഉണ്ട്, ലക്ഷ്യബോധമുണ്ട്. മനസ്സ് നിയന്ത്രണത്തിലാവണമെങ്കിൽ എവിടെയാണ് ഒന്ന് പോകേണ്ടതെന്ന് നാം സെൽഫ് ടോക്കിലൂടെ പറയുക. പിന്നെ അതിന്റെ വഴി ലക്ഷ്യത്തിന്റെ ആസൂത്രണത്തിലൂടെ കാണിച്ചു കൊടുക്കുക. ഇവിടെ നിന്നാണ് യഥാർത്ഥ ആത്മീക ശക്തിയുടെ യാത്ര ആരംഭിക്കുന്നത്.